ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റ് ആണ്. ഈ പൈൻ ഫോറസ്റ്റിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് 30 രൂപയാണ് ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത്. 10 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ 30 രൂപ ചാർജ് ചെയ്യുന്നത്. പിന്നെ സാധാരണ ക്യാമറയ്ക്ക് 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. വീഡിയോ ക്യാമറയ്ക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ ഒരു ചാർജിങ് റേറ്റ് എന്ന് പറയുന്നത്. സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുൾ പൈൻ ട്രീസ് ആണ് അതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ 6 മണി വരെയാണ് ഇതിൽ നമുക്ക് കാണാനുള്ള ഒരു ടൈം പരിധി അവർ വെച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ട്. മൺഡേ ടു സൺഡേ 8 AM to 6 PM ആണ് വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുണ്ടൽപേട്ട് ഹൈവേയിലാണ്. നാഗപട്ടണം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലെ. അപ്പോൾ ഗുണ്ടൽപേട്ട് ഹൈവേയിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആക്സസബിൾ പ്ലേസ് തന്നെയാണ്. ബൈ റോഡ് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഫുൾ പൈൻ ട്രീസ് ആണ് ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ആ ഒരു രാവിലെ വന്നാലാണ് ആ ഒരു മഞ്ഞും മിസ്റ്റും ഒക്കെ ആയിട്ട് മൂടിക്കിടക്കുന്ന ഈ ഒരു ലൊക്കേഷൻ കാണാൻ സാധിക്കുന്നത്. മെയിനായിട്ട് ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഒരുപാട് മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദി മൂവീസും മലയാളം, തെലുഗു എല്ലാ ലാംഗ്വേജിലുള്ള മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ദേവദൂതൻ എന്ന് പറഞ്ഞ നമ്മുടെ മലയാളം മൂവി ഉണ്ടല്ലോ, മോഹൻലാലിൻ്റെ മൂവിയാണ്. അതിൽ മോഹൻലാലും മുരളിയും കൂടിയിട്ടുള്ള ഒരു സീനുണ്ട്. ആ ഒരു സത്യം കണ്ടെത്തുന്ന ഒരു സീനുണ്ട്. എങ്ങനെയാണ് മഹേഷിനെ കൊന്നതെന്നുള്ളൊരു സീന് അത് മുരളി അത് പറയുന്നൊരു സീനുണ്ട്. അവിടെ വെച്ചിട്ടാണ് മുരളി മരിക്കുന്നത്. ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പൈൻ ട്രീസിൻ്റെ ഇടയിൽ നിന്നാണ്. നിങ്ങൾക്ക് ആ ഒരു സീനൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഈ ഒരു പടം മാത്രമല്ല, ഒരുപാട് മലയാളം സോങ്സ്, ഒരുപാട് മൂവീസ് ഇവിടെ ഈ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 3 മീറ്റർ മുതൽ 80 മീറ്റർ വരെ ഒരു ഹൈറ്റിലാണ് ഈ ഒരു പൈൻ ട്രീസ് ഉള്ളത്. ഏകദേശം 1000 വർഷം മുതൽ അതുപോലെ 4000 വർഷം വരെ പഴക്കമുള്ള പൈൻ ട്രീസും ഇതിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരു ലേക്ക് കൂടിയുണ്ട്. സാൻഡി നുല ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു നമ്മൾ എൻട്രി ചെയ്ത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുത്തനെയുള്ളൊരു ഇറക്കമാണ്. അത് മെല്ലെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ലേക്കിലേക്കുള്ളൊരു വ്യൂ ആണ്. അതിൽ ബോട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. നല്ലൊരു ലേക്ക് വ്യൂ ആണ്. പിന്നെ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ലേക്കിൽ വല്ല മൃഗങ്ങൾ വെള്ളം കുടിക്കാനും ഒക്കെ വരുന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അതുപോലെ മാന്, ആന അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അത്ര ലക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കാണാൻ സാധിച്ചില്ല. മൃഗങ്ങളെ ഒന്നും ഞങ്ങൾ സ്പോട്ട് ഔട്ട് ചെയ്തിട്ടില്ല. മങ്കീസ് ഒരുപാടുണ്ട് എന്നല്ലാതെ നമ്മൾ മൃഗങ്ങളെ വൈൽഡ് ആനിമൽസിലൊന്നും സ്പോട്ട് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല ഞങ്ങൾ പോയൊരു സമയത്ത്. നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. പിന്നെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഡേഞ്ചർ ആയിട്ടുള്ള കുരങ്ങന്മാരൊന്നുമല്ല, പക്ഷെ ഒരുപാട് കുരങ്ങന്മാരെല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഹോഴ്സ് റൈഡിങ് ആണ്. ഹോഴ്സ് റൈഡിങ് അവൈലബിൾ ആണ്. ഒരുപാട് കുതിരകൾ അവരായിട്ട് തന്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്ന എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോഴ്സ് റൈഡിങ് സാധ്യമാണ്. പിന്നെ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ലേക്കിൻ്റെ സൈഡിൽ വെച്ചിട്ട്, ഈ മരത്തിൻ്റെ സൈഡിൽ വെച്ചിട്ടും, അല്ലാതെ നല്ല തണലത്തൊക്കെ പോയി നിന്ന് നിങ്ങൾക്ക് ചില്ലായിട്ട് നിങ്ങൾക്ക് ഒരു കാഴ്ച കാണാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ടൈമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാനും കാണാനും മാത്രമൊന്നുമില്ല. ജസ്റ്റ് ഒരു 1 hour 1.5 hour സ്പെൻഡ് ചെയ്യാൻ മാത്രമേ അത്രേ കാണാൻ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു മരത്തിൻ്റെ ഇടയിലൂടെ നടക്കുക, അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുക, കുറച്ച് വീഡിയോസ് എടുക്കുക എന്നല്ലാതെ അതിൽ പരമായിട്ട് ഈ ഒരു ഹോഴ്സ് റൈഡിങ് അല്ലാതെ വേറൊരു എൻ്റർടൈൻമെൻറ്റും ഇതിൻ്റെ ഉള്ളിൽ അവർ കൊടുക്കുന്നില്ല. ഫുഡും കാര്യങ്ങളൊന്നും ഉള്ളിൽ അവൈലബിൾ അല്ല. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ചെറിയ സ്നാക്സ് എല്ലാം കഴിക്കാനായിട്ട് ലഭിക്കുന്നതാണ്. അല്ലാതെ ഒരുപാടുള്ള ഒരു ഫുഡും കാര്യങ്ങളൊന്നും ഇൻസൈഡിൽ അവൈലബിൾ അല്ല. പിന്നെ ലേക്കിൽ നിങ്ങൾക്ക് ഇറങ്ങാനൊന്നും സാധിക്കില്ല. ലേക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പിന്നെ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലക്കി ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്കൊരു ഫൺ മൊമെൻ്റ് ആണ്. ഒരു 1.5 hour സ്പെൻഡ് ചെയ്യാനുള്ളൊരു വ്യൂ അതിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. നമ്മൾ പൈൻ ട്രീസ് എല്ലാം അങ്ങനെ എല്ലായിടത്തും അങ്ങനെ കാണാൻ സാധിക്കുന്ന ഒന്നല്ല.
ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു രീതിയിലാണ് ഇതിവിടെ വളരുന്നത്. അതും വളരെ ഹൈറ്റുള്ള, ഞാൻ പറഞ്ഞില്ല, ഏകദേശം 80 മീറ്റർ വരെ ഹൈറ്റുള്ള പൈൻ ട്രീസ് ആണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആനയുടെ അടിയിൽ ഉറുമ്പ് നിൽക്കാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുക. വളരെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. നല്ലൊരു ക്ലൈമറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ചിൽ ക്ലൈമറ്റാണ്. ഒരു കാറ്റൊന്നും നമുക്ക് അങ്ങനെ തോന്നില്ല, പക്ഷെ നല്ലൊരു തണുപ്പ് ഇത്രയും മരങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. നല്ലൊരു തണുപ്പ് കാലാവസ്ഥയാണ്. പിന്നെ കയറാനും ഇറങ്ങാനും അധികം ബുദ്ധിമുട്ടില്ല, പക്ഷെ എന്നാലും ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഒരു കുത്തനെയുള്ളൊരു കയറ്റവും ഇറക്കവുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ ഉരുണ്ട് താഴത്തേക്ക് പോകുന്ന അറിയില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. കയറാനായിട്ട് ഒരു പ്രത്യേകമായിട്ട് സ്റ്റെപ്സും കാര്യങ്ങളും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കയറും ഇറങ്ങുമൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് തോന്നിയ പോലെ കയറാം, തോന്നിയ പോലെ ഇറങ്ങാം നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ നല്ലൊരു ഗ്രീനറി ആണ്. ഒരുപാട് പേര് വരുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്, ഷോർട്സ് എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കുറെ കാണാൻ പറ്റും. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യൂ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ്, ഒരുപാട് ഫിലിമിലുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് 30 രൂപയ്ക്ക് ലാഭം തന്നെയാണ്. കാരണം 30 രൂപയല്ലേ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ. നമുക്ക് അവിടെ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യുന്ന പോലെ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. പ്രായമായവർക്കൊക്കെ കുറച്ച് ഇറങ്ങാനും കയറാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ അതിന് മരത്തിൻ്റെ വേരും ഒക്കെ ആയതുകൊണ്ടൊക്കെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങും കയറുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും അങ്ങനെ വീണ് പോവുകയൊന്നുമില്ല, കുറച്ച് ടേക്ക് കെയർ ചെയ്താൽ മതി. എന്നാലും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. കണ്ടു നോക്കാവുന്നതാണ്. അധികം റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഈസി അസസബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കാരണം നമ്മൾ റോഡിൽ നിന്ന് നേരെ എൻട്രി ചെയ്യുന്നത് ഈ ഒരു പ്ലേസിലേക്കാണ്. നല്ല റോഡ് ആക്സസ് ഉള്ളൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾക്ക് ബൈ കാറോ ബൈ ഓട്ടോ അല്ലെങ്കിൽ ബൈ ടാക്സി എടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇവിടെ വന്ന് സന്ദർശിച്ച് കാണാവുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്, അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ പഴയ പൈൻ ട്രീസിൻ്റെ മോഡലിലുള്ള ഒറിജിനൽ തന്നെയാണ് ആ മരത്തിൻ്റെ കുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഒരു മേളിലേക്ക് കയറി ചെന്നാൽ നിങ്ങൾ കാണാൻ പോകുന്നത്. കുറച്ച് ഹൈറ്റിൽ നിങ്ങൾക്കതൊരു വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഒരു ലൊക്കേഷൻ. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. പിന്നെ അധികം നേരമൊന്നും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 1.5 hours അത് കൂടുതലൊന്നും സ്പെൻഡ് ചെയ്യാനും കാണാനും മാത്രമൊന്നും ഇല്ല. ജസ്റ്റ് ഈ മരങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. വേറെ ഒന്നും അങ്ങനെ വലിയതായിട്ട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്റ്റെപ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ സ്റ്റെപ്പൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യാം. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. നമ്മൾ എന്തെങ്കിലും കഴിക്കാനായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ അവർ വന്ന് ചാടി വീഴും. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മുടെ കയ്യിൽ കരുതാത്തതാണ് നല്ലത്, ഫോർ സേഫ്റ്റി പർപ്പസ്. അപ്പോൾ വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.